ആറ്റിങ്ങലിൽ ദേശീയപാത നിർമ്മാണത്തിനായി ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ കവർച്ച ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. ജില്ലയിലെ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള NH-66 നിർമ്മാണത്തിനായി കരാർ കമ്പനി അവരുടെ കൊല്ലമ്പുഴ മാമം യാർഡുകളിൽ ശേഖരിച്ചു സൂക്ഷിച്ചിരുന്ന മെറ്റലുകൾ, കമ്പികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന നിർമ്മാണ സാമഗ്രികൾ കവർച്ച ചെയ്ത സംഘത്തിൽപ്പെട്ട 3 പേരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ആറന്മുള താഴത്തേതിൽ വീട്ടിൽ 49 വയസ്സുള്ള മനോജ്, കല്ലമ്പലം തോട്ടക്കാട് വെടിമൺ കോണം പുത്തൻപിള വീട്ടിൽ 34 വയസ്സുള്ള വിമൽരാജ്, വർക്കല ചെറുന്നിയൂർ വെന്നിക്കോട് വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന 44 വയസ്സുള്ള മനോജ് എന്നിവരാണ് ആറ്റിങ്ങൽ പോലീസിന്റെ പിടിയിലായത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ SHO ഗോപകുമാർ ജി, SIമാരായ സജിത്ത് എസ്, ജിഷ്ണു, പോലീസ് ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ കെ, ശരത് കുമാർ LR എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കരാർ കമ്പനിയായ RDS കമ്പനിയുടെ മുൻ ജീവനക്കാരനായ പത്തനംതിട്ട സ്വദേശി മനോജ് ഇനിയും ഈ കേസിൽ പിടികൂടാനുള്ള ബീഹാർ സ്വദേശിയുമായി ചേർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നിർമ്മാണ സാമഗ്രികൾ മോഷണം നടത്തി വരികയായിരുന്നു. സാമഗ്രികൾ മോഷണം പോകുന്നത് മനസ്സിലാക്കിയ കരാർ കമ്പനി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് നടത്തിയ അതിസമർത്ഥമായ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടിച്ചെടുത്ത സാധന സാമഗ്രികൾ ചില സ്വകാര്യ നിർമ്മാണ കമ്പനികൾക്കും സ്വകാര്യ യാർഡുകളിലും പകുതി വിലയ്ക്ക് വിറ്റഴിക്കുകയായിരുന്നു ഇവർ ചെയ്തു വന്നിരുന്നത്. ക്രമക്കേടുകളെ തുടർന്ന് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ മനോജും വിമൽരാജും കമ്പനി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ബീഹാർ സ്വദേശിയായ ഉദ്യോഗസ്ഥനുമായി ചേർന്നാണ് ഇത്തരത്തിൽ മോഷണം നടത്തി വന്നിരുന്നത്. ലോറികളും എക്സ്കവേറ്ററും ഉപയോഗിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. പ്രതികൾ നാഷണൽ ഹൈവേയുടെ പണിക്കാരാണെന്ന് കരുതി നാട്ടുകാരും പോലീസും ഇവരെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ആറ്റിങ്ങൽ പോലീസ് അറിയിച്ചു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.